ഇതൊരു കപ്പൽ ആങ്കർ ചെയ്തിരിക്കുന്നതല്ല. നമ്മളിത് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊട്ടിക്കടവാണ്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ 2000-ലൊക്കെ ഇതൊരു കടവായിരുന്നു. ഇവിടെ ഈ പൊട്ടിക്കട കടവ്, പാവണ്ണ വേറൊരു കടവ്. ഓക്കെ, പാവണ്ണ എന്ന് പറയുന്നത് ഒരു ഗ്രാമമായിരുന്നു. ഇത് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. ഇവിടെയായിരുന്നു മെയിൻ ഹൈവേ റോഡും ഹൈസ്കൂൾസൊക്കെ. അപ്പോൾ എപ്പോഴും അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളും അവിടുത്തെ ആൾക്കാരും മേജർലി ആശ്രയിച്ചിരുന്ന അടുത്ത ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ഈ പറഞ്ഞ പൊട്ടിക്കടവിനോട് അടുത്തുള്ള ഏരിയ ആയിരുന്നു. അരീക്കോട് നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ഇങ്ങോട്ടേ ഉള്ളൂ. അരീക്കോട് മലപ്പുറത്തുള്ള ഒരു പ്രദേശമാണ്. നിങ്ങൾ അത്ര പറഞ്ഞു പോകണോ? ഏകദേശം 160 മീറ്ററാണ് ഈ ഒരു പാലത്തിൻ്റെ നീളം. ഈ പാലത്തിലേക്ക് കാൽനട യാത്രക്കാരില്ലാതെ വേറെ ഒന്നിനും ആക്സസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റീൽ ബാരിക്കേഡ് പോലെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നടന്ന് മാത്രമേ ഇതിനകത്തോട്ട് കയറാൻ പറ്റൂ. ഈ 160 മീറ്റർ നീളമുള്ള സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 കടവുകളിലായി ഒരു 5 നില പൊക്കത്തിലുള്ള ടവറുണ്ട്. നമുക്കത് കാണാൻ കഴിയും. ഓക്കെ, ആ ടവറിൻ്റെ മുകളിൽ നിന്നാണ് മെയിൻ സസ്പെൻഡർ എന്ന് പറഞ്ഞ 2 കേബിളുകൾ നേരെ ഒരു കരയിലോട്ടും പിന്നെ ഈ റിവറിൻ്റെ മറ്റേ വശത്തോട്ടും പോകുന്നത്. അത് നേരെ ആങ്കറേജ് ചെന്നിട്ടാണ് നിൽക്കുന്നത്. വീഡിയോ ഇൻവേർട്ടറാണ്, അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, കൺഫ്യൂസ്ഡ് ആവരുത്. ഇതൊരു 160 മീറ്റർ നീളമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അടിയിലുള്ള ഈ ഡെക്ക് ഈ ഒരു ഏകദേശം ഒരു 45 സെൻറ്റിമീറ്റർ വീതിയുള്ള ഈ ഡെക്ക് 365 പീസുകളുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളെ മെയിൻ സസ്പെൻഷൻ കേബിളിന് ഇങ്ങനത്തെ വെർട്ടിക്കൽ സസ്പെൻഡേഴ്സ് വഴിയാണ് ഈ ഒരു സ്റ്റിഫനിങ് ഗേർഡ് 2 സൈഡും ഉള്ളതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മളുടെ ഇങ്ങനത്തെ 45 സെൻറ്റിമീറ്ററുള്ള ഡെക്ക് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കണം. ഈ ഒരു നെറ്റും സൈഡിൽ വരുന്നുണ്ട്, ആരും വീഴാതിരിക്കാൻ. ഇത് സ്ട്രക്ചറലി ഒരു കാര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. മെയിൻ സ്ട്രക്ചറൽ എലമെൻ്റ് എന്ന് വെച്ചാൽ 2 ടവറുകൾ, ആ മെയിൻ സസ്പെൻഷൻ കേബിൾ, വെർട്ടിക്കൽ സസ്പെൻഡർ, 2 മെയിൻ സ്റ്റിഫനിങ് ഗേർഡർ, പിന്നെ ഈ ഡക്കും. ഇത്രയേ ഉള്ളതിന് മെയിൻ കാര്യങ്ങൾ. ഈ ഒഴുകി പോകുന്നത് ചാലിയാർ റിവർ തന്നെയാണ്. അതിന് അക്രോസ് ആയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഇരിക്കുന്നത്. പണ്ട് 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഒരു മരം വന്നിടിച്ച് ഇത് ബെൻഡായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിവിടെ ഒരു പുതിയൊരു നെറ്റ് കാണാൻ പറ്റും. അവിടെ ആയിരിക്കണം ഇത് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ സ്റ്റിഫനിങ് കേബിളും ഗേർഡറുകളെല്ലാം ബെൻഡായി പോയിട്ട് 2018 നാട്ടുകാരെല്ലാം ചേർന്നത് റെനോവേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ ഈ സ്റ്റിഫനിങ് കേബിൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 4 അടി ഉയരത്തോട്ട് വരെ എത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ സസ്പെൻഷൻ കേബിൾ. ഇതിലാണ് ഇതിൻ്റെ ലോഡെല്ലാം വന്നിട്ട് ടവറുകളിലേക്ക് പോകുന്നത്. എൻ്റെ വലതുവശത്ത് ആ കാണുന്നത് ഒരു ടവറാണ്. ഏകദേശം 5 നില പൊക്കമുണ്ട് അതിന്. പിന്നെ വരുന്ന ഇടതുവശത്ത് നമുക്കൊരു ടവർ കാണാം. ആ ടവറിലോട്ടാണ് ഈ ഒരു സസ്പെൻഷൻ കേബിളിൻ്റെ ലോഡ് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ആവുന്നത്. പിന്നെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ആങ്കറേജിലോട്ട് പോയി ചെന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നടന്ന് പാവണ്ണ സൈഡിലോട്ട് എത്തി. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഈ ഒരു 2 ബോട്ട്സ് കണ്ടത്. അപ്പം നമുക്ക് ഡേറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. 2005 ഈ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ഒരു തൂക്കുപാലം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2018 പ്രളയത്തിൽ ഇത് തകരുകയുണ്ടായി. നടുക്കൊരു മരം വന്നിടിച്ചു. ഈ അടിയിലുള്ള സ്റ്റിഫനിങ് ഗേർഡറൊക്കെ ബെൻഡായി എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇത് 2019 ഓഗസ്റ്റിൽ 2,48,873 രൂപ മുടക്കി നാട്ടുകാർ പുനർനിർമ്മിച്ചു. വളരെ നല്ലൊരു കാര്യമാണ്. ഒരു മാതൃകയാക്കാവുന്ന ഒരു പ്രവൃത്തിയാണത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.